ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ട ആദിമസന്തതികൾ രോഗികളല്ലായിരുന്നു, ശാപത്തിലല്ലായിരുന്നു, മരണത്തിന് കീഴിലും അല്ലായിരുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ടവൽ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് പോലെ മനുഷ്യന് ദൈവം കൊടുത്ത കവറിംഗ് ആയിരുന്നു തേജസ്. മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ് ഈ തേജസ് നഷ്ടപ്പെട്ടത്. അപ്പോൾ പാപത്തേക്കാൾ മുൻപായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ തേജസ്സാണ്. തേജസ് നഷ്ടപ്പെട്ടത് പാപം ചെയ്തപ്പോഴാണ്. സാത്താൻ്റെ പരമപ്രധാനമായ ലക്ഷ്യവും അതായിരുന്നു: ദൈവസൃഷ്ടിയെ തേജസ്സിൽ നിന്നും പുറത്താക്കുക, അവനിൽ വെളിപ്പെട്ട ദൈവസുരക്ഷ ഇല്ലാതാക്കുക. തേജസ് എന്ന കവറിംഗ് പൊളിച്ചെങ്കിൽ മാത്രമേ അവനെ ശാപത്തിലാക്കുവാനും രോഗത്തിലാക്കുവാനും മരണത്തിലാക്കുവാനും കഴിയൂ എന്ന് സാത്താൻ അറിയാമായിരുന്നു. തേജസ്സിൽ വസിക്കുന്നവനെ ആക്രമിക്കുവാൻ പാപത്തിന് ഒരിക്കലും കഴിയില്ല. എപ്പോഴും ഓർക്കുക, ദൈവ തേജസ് നഷ്ടപ്പെടുമ്പോൾ താങ്ങാനാവാത്ത ദുരന്തങ്ങളും കടന്നുവരും. എന്നാൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. തേജസ്സുള്ള പുത്രനെ ഈ ഭൂമിയിലേക്ക് പിതാവ് അയച്ചത് ദൈവമക്കളായ നമ്മെ തേജസ്സിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനാണ്. ഈ പുസ്തകം കേവലം അത്ഭുതങ്ങളുടെ ഒരു പുസ്തകമല്ല, പാപവിമോചനമാണ് ഈ തിരുവെഴുത്തുകളുടെ പ്രധാന ലക്ഷ്യം. യേശുക്രിസ്തുവിലൂടെ മടങ്ങി വരിക, തിരിച്ചു വരിക, ക്രിസ്തുവിലാവുക. അപ്പോസ്തല പ്രവൃത്തി 4:11. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.